Dear students, welcome to the class of Fluid Mechanics and Hydraulics. In this class, we will discuss the topics critical flow in rectangular channel and some problems on specific energy and critical flow. Okay, before starting the topics, let us have a quick review of what we have discussed in the previous class. First one, specific energy. Specific energy of a flowing liquid is defined as the energy per unit weight of the liquid with respect to bottom of the channel. Specific energy എന്ന് പറയുന്നത് ഫ്ലോയിങ് ലിക്വിഡിൻ്റെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് അവിടെ ഡാറ്റമായിട്ട് എടുക്കുന്നത് ചാനലിൻ്റെ ബെഡാണ് അല്ലെങ്കിൽ ചാനൽ ബോട്ടം. അത് ഡാറ്റമായിട്ട് എടുക്കുന്ന സമയത്ത് ആ ഫ്ലോയിങ് ലിക്വിഡിൻ്റെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് അതാണ് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. E = y + v²/2g. y എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ പ്രഷർ ഹെഡും ഡെപ്ത് ഓഫ് ഫ്ലോയും സെയിം ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓപ്പൺ ചാനൽ ഫ്ലോ ആയതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ് v²/2g കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്. ഇതാണ് സ്പെസിഫിക് എനർജി ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് ചാനൽ ബെഡ്, ഇതാണ് ഡാറ്റമായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതാണ് ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്തും കൂടെ വരും, അഡീഷണലായിട്ട് ഈ ഒരു സെക്ഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അഡീഷണലായിട്ട് ആരും കൂടെ വരും, ആ ഡാറ്റം ഹെഡ് ഇവിടെ അഡീഷണൽ വരും. പക്ഷേ സ്പെസിഫിക് എനർജി ഡിഫൈൻ ചെയ്തിരിക്കുന്നതിൽ ഡാറ്റം എടുത്തിരിക്കുന്നത് എന്താണ്, ചാനൽ ബെഡാണ് ഡാറ്റമായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ടേംസ് മാത്രമേ എനർജിയുടെ ഇക്വേഷനിൽ ഉണ്ടാവുള്ളൂ. സ്പെസിഫിക് എനർജി എന്ന് വെച്ചാൽ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്, എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഹെഡ്, അതാണിത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ വെലോസിറ്റിക്ക് എന്ത് എക്സ്പ്രഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും, ഡിസ്ചാർജ് ബൈ ഏരിയ കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് v² എന്ത് എഴുതാം, q²/a² എന്ന് എഴുതാം. അങ്ങനെ ആവുന്ന സമയത്ത് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ E = y + q²/2g × a² എന്ന് കിട്ടും. അടുത്തത് സ്പെസിഫിക് എനർജി കർവ്. സ്പെസിഫിക് എനർജി കർവ് ആരുടെ വേരിയേഷൻ കാണിക്കുന്നതാണ്, ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് എനർജിയുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ. എക്സ് കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് സ്പെസിഫിക് എനർജിയാണ്, വൈ കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. ഓക്കെ, ഇതിൽ ഓപ്പൺ ചാനലിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് അത് ആരുടെ ഫങ്ഷനാണ്, ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ഫങ്ഷനാണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ E = y + q²/2g × a². ഇതിൽ ഏരിയ വൈയുടെ ഫങ്ഷൻ ആണെങ്കിൽ പിന്നെ ഡിസ്ചാർജ് ഫിക്സ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജിനാണ് സ്പെസിഫിക് എനർജി കർവ് വരക്കുന്നത്. ക്യൂ ഫിക്സ് ചെയ്തു, ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ. അങ്ങനെ ആവുന്ന സമയത്ത് E ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, വൈനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. E എന്ന് പറയുന്നത് വൈയുടെ മാത്രം ഫങ്ഷനാണ്. അത് വെച്ചിട്ടാണ് ഈ സ്പെസിഫിക് എനർജി കർവ് വരക്കുന്നത്. ഈ കർവ് ACB എന്ന് പറയുന്നതാണ് സ്പെസിഫിക് എനർജി കർവ്. ഇതൊരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഡിസ്ചാർജിനാണ് ഇത് വരച്ചിരിക്കുന്നത്, മീൻസ് പർട്ടിക്കുലർ ക്യൂവിനാണ് ഇത് വരച്ചിരിക്കുന്നത്. അടുത്തത് ക്രിട്ടിക്കൽ ഡെപ്ത് YC. ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം. ഈ ഒരു കർവ് ഇവിടെയാണ് ഞാൻ സ്പെസിഫിക് എനർജി എടുത്തിരിക്കുന്നത്, എക്സ് ആക്സിസിലാണ്. ഈ ഒരു കർവാണ് സ്പെസിഫിക് എനർജി കർവ്. അതിൻ്റെ വാല്യൂ ഒന്ന് സംഭവിക്കുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷനിൽ വരുന്ന സമയത്ത് സ്പെസിഫിക് എനർജി ഡിക്രീസ് ചെയ്തിട്ട് ഒരു മിനിമം എത്തി. അതിനുശേഷം ആദ്യം എനർജി ഇൻക്രീസ് ചെയ്യാണ്. ആ മിനിമം സ്പെസിഫിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ, അതായത് YC എന്ന് പറയുന്നത്, അതാണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഡെപ്തിലാണ് ഫ്ലോ നടക്കുന്നതെങ്കിൽ എന്ത് വരും, അതിന് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയും. അതിൻ്റെ സ്പെസിഫിക് എനർജി എന്തായിരിക്കും, മിനിമം ആയിരിക്കും. അടുത്തത് ആൾട്ടർനേറ്റ് ഡെപ്ത്. ഈ മിനിമം സ്പെസിഫിക് എനർജി അല്ലാതെയുള്ള ഏതൊരു സ്പെസിഫിക് എനർജി എടുത്തിട്ടുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡാഷ് ലൈൻ കൺസിഡർ ചെയ്യുക, ഇവിടെയുള്ള സ്പെസിഫിക് എനർജി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പെസിഫിക് എനർജി കർവിലോട്ട് പോകുന്ന സമയത്ത് രണ്ട് പോയിന്റിൽ കർവിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇതാണ് G ആണ്, അടുത്തത് H ആണ്. മീൻസ് ആ സെയിം സ്പെസിഫിക് എനർജിക്ക് രണ്ട് ഡെപ്ത് പോസിബിളാണ്, രണ്ട് ഡെപ്ത് ഓഫ് ഫ്ലോ പോസിബിളാണ്. ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് y1 ആണ്, Hന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് y2 ആണ്. ആ രണ്ട് ഡെപ്തിനെയാണ് ആൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. അത് ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ആ ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കുറവാണ് y1, അടുത്ത y2 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലാണ്. ആ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്
ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കുറവാണെങ്കിൽ അത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഫ്ലോ എന്തായിരിക്കും? സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. YC കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ എന്താ പറയുന്നത്? ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയും. അടുത്തത് കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ ജനറൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്താണ്. Q²/g = A³ ആണ്. Q ഡിസ്ചാർജ്, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫ്ലോ ആണ്, T എന്ന് പറയുന്നത് ടോപ്പ് വിഡ്ത്ത് ആണ്. ടോപ്പ് വിഡ്ത്ത് വെച്ചാൽ ആ ചാനലിൽ ഫ്രീ സർഫസ്, വാട്ടറിൻ്റെ ഫ്രീ സർഫസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്താണ് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ക്രൈറ്റീരിയ എന്താണ്? ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് ഫ്ലോ എന്തായിരിക്കും? ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഇഫ് ദി ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എക്സിസ്റ്റ് ത്രൂ ഔട്ട് ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദി ചാനൽ ഓർ ഓവർ എ റീച്ച് ഓഫ് ചാനൽ, ദ ഫ്ലോ ഇൻ ദ ചാനൽ ഈസ് ക്രിട്ടിക്കൽ ഫ്ലോ. അതായത് ഒരു ചാനൽ, ഒരു ഓപ്പൺ ചാനൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡ് വരെ, അതായത് ത്രൂ ഔട്ട് ദി എൻറ്റയർ ലെങ്ത്ത് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ, ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഫ്ലോ എന്തായിരിക്കും? ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. അല്ലെങ്കിൽ ഓവർ എ റീച്ച് ഓഫ് ചാനൽ. ഓവർ എ റീച്ച് ഓഫ് ചാനൽ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ പ്രാക്ടിക്കൽ കേസിലോട്ട് വരുന്ന സമയത്ത് ഈ ഓപ്പൺ ചാനലിലെ ലെങ്ത്ത് എന്ന് പറയുന്നത് മേ ബി കിലോമീറ്റേഴ്സ് ഉണ്ടാവും. അത്രയും ലെങ്ത്തിൽ എന്തായിരിക്കും? ചിലപ്പോൾ ഫ്ലോ ക്രിട്ടിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. ഓക്കെ, ആ കേസിൽ എന്ത് ചെയ്യും? ഓവർ ദി റീച്ച് ഓഫ് ചാനൽ എന്ന് വെച്ചാൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് പ്രാക്ടിക്കൽ കേസിൽ ഓപ്പൺ ചാനലിൻ്റെ ലെങ്ത്ത് അത്രയും ഹൈ ആയതുകൊണ്ട് കൺസിഡർ ചെയ്യുന്ന ലെങ്ത്തിൽ ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പറയുക? അത്ര വരെ അത് ക്രിട്ടിക്കൽ ഫ്ലോ ആണെന്ന് പറയാം. ഡെപ്ത് ഓഫ് ക്രിട്ടിക്കൽ ഫ്ലോ ഡിപ്പെൻഡ്സ് അപ്പോൺ ജിയോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് ദി ചാനൽ. അതായത് ക്രിട്ടിക്കൽ ഫ്ലോ ഡെപ്ത് YC എന്ന് പറയുന്നത്, ഇതാണ് ക്രിട്ടിക്കൽ ഫ്ലോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് YC ആണ്. ഈ YCൻ്റെ വാല്യൂ ഒരു ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ YCയുടെ വാല്യൂ എന്ന് പറയുന്നത് ചാനലിൻ്റെ ജിയോമെട്രി, ഏരിയ ഓഫ് ഫ്ലോ, ടോപ്പ് വിഡ്ത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു പാരാമീറ്ററാണ്. മീൻസ് ഒരു നോൺ പ്രിസ്മാറ്റിക് ചാനലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നോൺ പ്രിസ്മാറ്റിക് ചാനൽ എന്ന് വെച്ചാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഷേപ്പ്, അതേപോലെ ബെഡ് സ്ലോപ്പ് ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് ചേഞ്ച് ഉണ്ടാവും. അതിന് പ്രൊപ്പോർഷണലായിട്ട് ത്രൂ ഔട്ടായിട്ട് ക്രിട്ടിക്കൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, നോൺ പ്രിസ്മാറ്റിക് ചാനലാണെങ്കിൽ ഒരു ലൊക്കേഷനിൽ ഒരു YCയുടെ വാല്യൂ അടുത്ത ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് സെയിം YCയുടെ വാല്യൂ ആയിരിക്കില്ല ഉണ്ടാവല്. ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, ത്രൂ ഔട്ടായിട്ട് ക്രിട്ടിക്കൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ലൊക്കേഷനിലെ ഡെപ്ത് ഓഫ് ഫ്ലോ അടുത്ത ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് ചേഞ്ച് ചെയ്യും. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ജിയോമെട്രിക്കൽ പാരാമീറ്റേഴ്സ്. നോൺ പ്രിസ്മാറ്റിക് ചാനലിൻ്റെ കേസാണ് പറയുന്നത്. ഇനി പ്രിസ്മാറ്റിക് ചാനലിലോട്ട് വരുന്ന സമയത്ത്, പ്രിസ്മാറ്റിക് ചാനൽ എന്ന് വെച്ചാൽ അത് ഇപ്പം ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്, രണ്ട് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ പോയ സ്ഥലത്തായാലും എന്തായിരിക്കും? അതിൻ്റെ ക്രോസ് സെക്ഷന് ചേഞ്ച് ഉണ്ടാവില്ല. ചാനലിലെ ക്രോസ് സെക്ഷനും ബെഡ് സ്ലോപ്പൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് പ്രിസ്മാറ്റിക് ചാനൽ എന്ന് പറയുന്നത്. Critical depth in prismatic channel will be same in all sections and critical flow in prismatic channel will be uniform flow. ഒരു പ്രിസ്മാറ്റിക് ചാനൽ എടുക്കുന്ന സമയത്ത് അതിന് ക്രോസ് സെക്ഷനൊന്നും ചേഞ്ച് ഇല്ല. ഓക്കെ, ആ ഒരു കേസിൽ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എടുക്കുന്നത്, ഇവിടെ ഒരു പർട്ടിക്കുലർ YCയുടെ വാല്യൂ കിട്ടും പ്രിസ്മാറ്റിക് ചാനലാണെങ്കിൽ. അങ്ങനെ ഞാൻ ഏത് സെക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും എന്തായിരിക്കും? എല്ലാ സെക്ഷനിലും എല്ലാ ലൊക്കേഷനിലും YCയുടെ വാല്യൂ സെയിം ആയിരിക്കും. അതായത് ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ, YCയുടെ വാല്യൂ എല്ലാ ലൊക്കേഷനിലും സെയിം ആയിരിക്കും പ്രിസ്മാറ്റിക് ചാനലിൽ. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? യൂണിഫോം ഫ്ലോ ആയിരിക്കും. യൂണിഫോം ഫ്ലോ എന്ന് വെച്ചാൽ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിൽ ഞാൻ പോകുന്ന സമയത്ത് ആർക്ക് ചേഞ്ച് ഇല്ല? ഡെപ്ത് ഓഫ് ഫ്ലോന് ചേഞ്ച് ഇല്ല, അതേപോലെ വെലോസിറ്റി ഓഫ് ഫ്ലോനൊന്നും ചേഞ്ച് ഇല്ലെങ്കിൽ അത്തരം ഫ്ലോ എന്താണ്? യൂണിഫോം ഫ്ലോ ആണ്. ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇതെന്ന് വെച്ചാൽ YC ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ എക്സ്പ്രഷനാണ്. ഇത് റെക്റ്റാങ്കുലർ ചാനലിൻ്റെ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ എക്സ്പ്രഷനാണ്. അത് നമ്മൾ ഡിറൈവ് ചെയ്യും. ഇതിൽ YC ഈക്വൽ എന്താ ഇക്വേഷൻ വരുന്നത്? Q²/B²G ആണ്. ഇതൊരു നോൺ പ്രിസ്മാറ്റിക് ചാനലാണെങ്കിൽ, ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ
ലൊക്കേഷനിലെ ക്രോസ് സെക്ഷനാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഒരു YC ഉണ്ട്, അതേപോലെ ബീൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, ഇതാണ് ബി എന്ന് പറയുന്നത് ചാനൽ വിഡ്ത്ത്. റെക്റ്റാങ്കുലർ ആവുന്ന സമയത്ത് ചാനൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ത്രൂ ഔട്ടായിട്ട് എല്ലാ ലൊക്കേഷനിലും ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലെ എല്ലാ ലൊക്കേഷനിലും ബീൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇതൊരു നോൺ പ്രിസ്മാറ്റിക് ചാനലാണെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ ഒരു പർട്ടിക്കുലർ ബി ആയിരിക്കും, അടുത്ത ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് ആ ബീൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് വെറും B1 ആയിട്ടുണ്ടാവും നോൺ പ്രിസ്മാറ്റിക് ചാനലാണെങ്കിൽ. അങ്ങനെ ആവുന്ന സമയത്ത് ഇക്വേഷൻ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും എന്താ? YCയുടെ വാല്യൂ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് ചേഞ്ച് ചെയ്യും. കാരണം ഈ ഇക്വേഷനിൽ ആരുണ്ട്? B ഉണ്ട്, നോൺ പ്രിസ്മാറ്റിക് ചാനലിൻ്റെ കേസിൽ. ഇനി പ്രിസ്മാറ്റിക് ചാനലാണെങ്കിൽ ഈ ഒരു ബി ചാനൽ വിഡ്ത്ത് എന്ന് പറയുന്നത് B, ഇവിടെ B ആണെങ്കിൽ അടുത്ത ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് എന്തായിരിക്കും? സെയിം ചാനൽ വിഡ്ത്താണ് ഉണ്ടാവുക. മീൻസ് എന്താ? ഈ YCയുടെ വാല്യൂ ഇവിടെയുള്ള വാല്യൂ എന്താണോ സെയിം YC തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുന്നത്. മീൻസ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ക്രിട്ടിക്കൽ ഫ്ലോ ആവണമെങ്കിൽ. ഓക്കെ, ഏറ്റവും ബേസിക്കായിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. പക്ഷേ പ്രിസ്മാറ്റിക് ആവുന്ന സമയത്ത് എന്താണ്? ആ B ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പർട്ടിക്കുലർ റെക്റ്റാങ്കുലറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടാണ് കൺസെപ്റ്റ് പറയുന്നത്. B ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് YCൻ്റെ വാല്യൂ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോയാൽ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും പ്രിസ്മാറ്റിക് ചാനലിൻ്റെ കേസിൽ. ഓക്കെ, മീൻസ് എന്താ? എല്ലാ ലൊക്കേഷനിലും സെയിം ഡെപ്ത് ഓഫ് ഫ്ലോ വരുന്ന സമയത്ത് അതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? യൂണിഫോം ഫ്ലോ ആണ്. അല്ലെങ്കിൽ പ്രിസ്മാറ്റിക് ചാനലിൽ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് യൂണിഫോം ഫ്ലോ ആയിരിക്കും. ആ യൂണിഫോം ഫ്ലോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ഡെപ്തിനെ പറയുന്ന പേരെന്താണ്? നോർമൽ ഡെപ്ത് എന്ന് പറയും. അടുത്തത് കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ സ്പെസിഫിക് എനർജി. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. സ്പെസിഫിക് എനർജിയുടെ വാല്യൂ ഫിക്സ് ചെയ്യുന്നു. സ്പെസിഫിക് എനർജിയുടെ വാല്യൂ ഫിക്സ് ചെയ്തിട്ട് മാക്സിമം ഡിസ്ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കണ്ടീഷനാണിത്. Q²/G=A³/T. ഇത് ഏതിൻ്റെ കണ്ടീഷനാണ്? ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കണ്ടീഷനാണ്, അല്ലെങ്കിൽ മിനിമം സ്പെസിഫിക് എനർജി ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് ഡിസ്ചാർജിൻ്റെ കണ്ടീഷനാണ്. അതിൻ്റെ മീനിങ് എന്താണ്? മാക്സിമം ഡിസ്ചാർജ് നമുക്ക് എപ്പോഴാണ് കിട്ടുക? ഫോർ എ പർട്ടിക്കുലർ സ്പെസിഫിക് എനർജിക്ക് മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്നത് എപ്പോഴാണ്? ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്താണ്. അല്ലെങ്കിൽ ആ സമയത്ത് ഫ്ലോ എന്തായിരിക്കും? ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഇത് ഡിസ്ചാർജ് ഡയഗ്രാം എന്ന് വെച്ചാൽ വേരിയേഷൻ ഓഫ് ഡിസ്ചാർജ് വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ ഫോർ എ പർട്ടിക്കുലർ സ്പെസിഫിക് എനർജി. അത് വരുന്ന ഡയഗ്രമാണ് ഡിസ്ചാർജ് ഡയഗ്രാം. ഇതിൽ മാക്സിമം ഡിസ്ചാർജ്, ഇതാണ് ഡിസ്ചാർജ് കർവ്. അതിൽ മാക്സിമം വാല്യൂ വരുന്നത് ഇവിടെയാണ്. മാക്സിമം ഡിസ്ചാർജ് ഇവിടെയാണ് വരുന്നത്. ഇതാണ് മാക്സിമം ഡിസ്ചാർജ്. ആ മാക്സിമം ഡിസ്ചാർജ് എപ്പോഴാണ് ഉണ്ടാവുക? ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ്? ക്രിട്ടിക്കൽ ഫ്ലോ ആവുന്ന സമയത്താണ് മാക്സിമം ഡിസ്ചാർജ് ഉണ്ടാവുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ഡെപ്താണ് ക്രിട്ടിക്കൽ ഡെപ്ത് YC. ഇനി ഡെപ്ത് ഓഫ് ഫ്ലോ ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതൽ Y>YC ആണെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കുറവാണെങ്കിൽ ഈ ഒരു റീജിയൻ അത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. അതിന് ഫ്രൗഡ് നമ്പർ >1, ഇവിടെ സബ് ക്രിട്ടിക്കൽ ഫ്രൗഡ് നമ്പർ <1. ഇനി ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുക. ക്രിട്ടിക്കൽ ഫ്ലോ ഇൻ റെക്റ്റാങ്കുലർ ചാനൽ. ആദ്യം എക്സ്പ്രഷൻ ഫോർ ക്രിട്ടിക്കൽ ഡെപ്ത്, അതാണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് റെക്റ്റാങ്കുലർ ചാനൽ കാണിച്ചിരിക്കുന്നത്. ലെറ്റ് B = ബോട്ടം വിഡ്ത്ത് ഓഫ് ദി ചാനൽ. ഇതാണ് ചാനൽ ബോട്ടം. പിന്നെ T = ടോപ്പ് വിഡ്ത്ത് ഓഫ് ഫ്രീ സർഫസ്. ക്യാപിറ്റൽ T ആണ് ടോപ്പ് വിഡ്ത്ത് ഓഫ് ഫ്രീ സർഫസ്. റെക്റ്റാങ്കുലർ ചാനലിൻ്റെ കേസ് ആയതുകൊണ്ട് ഇതിൻ്റെ ബോട്ടം, ചാനൽ ബോട്ടത്തിൻ്റെ വാല്യൂ എത്രയാണോ അത് തന്നെയാണ് ഈ ഫ്രീ സർഫസിൻ്റെ വിഡ്ത്തും വരുന്നത്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ജനറൽ കേസാണ്. ഇതെന്ന് വെച്ചാൽ ആ T എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഇതാണ് T. അതിന് ഫ്രീ സർഫസ് ഇവിടെ വരെ ഇല്ലെങ്കിൽ ഇതായിരിക്കും Tൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. റെക്റ്റാങ്കുലറിൻ്റെ കേസ് ആയതുകൊണ്ട് എന്താണ്? അതിൻ്റെ ബോട്ടം വിഡ്ത്ത് ആയാലും പിന്നെ ടോപ്പ് വിഡ്ത്ത് ഓഫ് ഫ്രീ സർഫസ് ആയാലും എന്താണ്? സെയിം ആണ്. അല്ലെങ്കിൽ T = B ആയിരിക്കും. പിന്നെ YC എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ. ഇതാണ് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ. ഇതിൻ്റെ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ആണ്. എന്ത് കിട്ടും? B×YC. അതാണ് ഇതിൻ്റെ ഏരിയ ഓഫ് ഫ്ലോ വരിക. അടുത്തത് ജനറൽ കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ.
ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോൻ്റെ ജനറൽ കണ്ടീഷൻ Q²/G=A³ T ആണ് അതിൻ്റെ ജനറൽ കണ്ടീഷൻ വരുന്നത്. ഇതിൽ A³ എന്ത് കൊടുക്കുക, A=B/YC ആണ്. അങ്ങനെ ഞങ്ങൾ A³ എന്ന് വെച്ചാൽ B³ × YC³ Tൻ്റെ വാല്യൂ എന്താണ് കിട്ടിയിട്ടുണ്ട്, B ആണ്. അതുകൊണ്ട് Q²/G ഇതൊരു B ക്യാൻസൽ ചെയ്താൽ B²YC എന്ന് കിട്ടും. YC³ എന്താ Q²/B² × G അല്ലെങ്കിൽ YC = Q²/B²G⁻⁻³ തൊട്ട് മുമ്പേ കണ്ട എക്സ്പ്രഷനാണിത്. YC = Q²/B²G⁻⁻³ ഓക്കെ. ഇതിൽ ഒരു പാരാമീറ്ററിൻ്റെ ടേംസിലും കൂടെ ഇത് റെപ്രസെൻ്റ് ചെയ്യലുണ്ട്. സ്മോൾ ലെറ്റർ Q എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. അതായത് Q = ഇതാണ് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഈ Q²/B², Q/B എന്ന് പറഞ്ഞാൽ സ്മോൾ Q ആണെങ്കിൽ Q²/B² എന്താണ്, സ്മോൾ Q² ആണ്. അല്ലെങ്കിൽ YC = Q²/G⁻⁻³ അതായത് YC എന്ന് പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്തിൻ്റെ ടേംസിലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എക്സ്പ്രഷൻ ഫോർ മിനിമം സ്പെസിഫിക് എനർജി. മിനിമം സ്പെസിഫിക് എനർജി ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ E min = YC + ½ A/T അറ്റ് ക്രിട്ടിക്കൽ. മിനിമം സ്പെസിഫിക് എനർജി എപ്പോഴാണ് ഉണ്ടാവുക, ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലാണ് ഉണ്ടാവുക, ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ഉണ്ടാവുക. ഈ ഒരു ഇക്വേഷൻ ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത ജനറൽ ഇക്വേഷനാണ് മിനിമം സ്പെസിഫിക് എനർജിയുടേത്. A എന്ന് വെച്ചാൽ B/YC, T എന്ന് വെച്ചാൽ B തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും E min = YC + ½ B/YC/B. ബിയും ബിയും ക്യാൻസൽ ചെയ്ത് പോയാൽ E min = YC + YC/2 അല്ലെങ്കിൽ E min = 3/2 YC. ഇതാണ് മിനിമം സ്പെസിഫിക് എനർജിയുടെ എക്സ്പ്രഷൻ വരുന്നത്. അടുത്തത് എക്സ്പ്രഷൻ ഫോർ ക്രിട്ടിക്കൽ വെലോസിറ്റി. ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിലേഷൻ ഫ്രൗഡ് നമ്പർ = 1 എന്നാണ്. ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിൽ ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ 1 ആണ്. ഇതും ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൂവ് ചെയ്തതാണ്. ഫ്രൗഡ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ V/√GD ആണ്. V എന്ന് പറഞ്ഞാൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, D എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഡെപ്ത് ആണ്. D = A/T. ഇത് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ആവുന്ന സമയത്ത് ഇത് ഫ്രൗഡ് നമ്പറിൻ്റെ ജനറൽ എക്സ്പ്രഷനാണ്. ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ആവുന്ന സമയത്ത് V എന്തായി മാറും, ക്രിട്ടിക്കൽ വെലോസിറ്റി ആയി മാറും, VC ആവും. D എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ഡെപ്ത്, A/T. ഏരിയ ഓഫ് ഫ്ലോ ഡിവൈഡ് ബൈ ടോപ്പ് വിഡ്ത്ത് എന്ത് കിട്ടും, ഏരിയ ഓഫ് ഫ്ലോ B/YC/V ആണ്. D = എന്ത് കിട്ടും, YC കിട്ടും. ഇത് രണ്ടും ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, Bൻ്റെ സ്ഥാനത്ത് VC വരും, Dൻ്റെ സ്ഥാനത്ത് YC വരും. അതായത് VC/√G × YC = 1. ഇതിൽ നിന്ന് എന്ത് കിട്ടും, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ക്രിട്ടിക്കൽ വെലോസിറ്റിയാണ്. VC = ഇതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ √G × YC. ഇതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ റെക്ടാങ്കുലർ ചാനലിൽ. അടുത്ത പ്രോബ്ലംസ് നോക്കാം. എ 3 meter wide rectangular channel conveys 12 m³/s of water at a depth of 2 meter. Calculate specific energy, critical depth, minimum specific energy, Froude number. Comment on the nature of flow. റെക്റ്റാങ്കുലർ ചാനലാണ്. അതിൻ്റെ പാരാമീറ്റേഴ്സ് ചാനൽ വിഡ്ത്ത് 3 meter ആണ്. ഡിസ്ചാർജ് Q എന്ന് പറയുന്നത് 12 m³/s തന്നിട്ടുണ്ട്. ഡെപ്ത് ഓഫ് ഫ്ലോ ഇത് ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് തന്നിരിക്കുന്നത്. മീൻസ് Y വാല്യൂ Y = 2 meter ആണ്. കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് എനർജി ഇക്വേഷനാണ് E = Y + V²/2G. ഇതിൽ ഞാൻ വെലോസിറ്റി = ഡിസ്ചാർജ് ബൈ ഏരിയ അങ്ങനെ ആവുന്ന സമയത്ത് കിട്ടുന്ന ഇക്വേഷനാണ് E = Y + Q²/2G × A². ഇതിൽ തന്നെ ഏരിയ ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ ഇതാണ് ഏരിയ ഓഫ് ഫ്ലോ B × Y. ഓക്കെ, Y എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫ്ലോ ചെയ്താൽ 3 × 2 6 m² കിട്ടി. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, ഇതിനിപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സും നോൺ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E = 2.203 meter എന്ന് കിട്ടും. അടുത്തത് ക്രിട്ടിക്കൽ ഡെപ്ത്. റെക്റ്റാങ്കുലർ ചാനലിൻ്റെ ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. YC = Q²/B²G⁻⁻1/3. ഓക്കെ,
എല്ലാ വാല്യൂ അറിയുന്നതാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ YC 1.177. ഈ ഒരു ക്വസ്റ്റ്യനിൽ കമൻറ്റ് ഓൺ ദി നേച്ചർ ഓഫ് ഫ്ലോ എന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഫ്ലോ ക്രിട്ടിക്കലാണോ, സബ് ക്രിട്ടിക്കലാണോ, സൂപ്പർ ക്രിട്ടിക്കലാണോ, അതാണ് പറയേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. അതിനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രൗഡ് നമ്പർ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫ്ലോൻ്റെ നേച്ചർ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് പറയാൻ വേണ്ടി പറ്റും. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞത് 1.177 മീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ഫ്ലോ ഡെപ്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലാണ്. അതായത് Y ഗ്രേറ്റർ ദാൻ YC എന്തായിരിക്കും, ഫ്ലോ സബ് ക്രിട്ടിക്കലായിരിക്കും. അടുത്തത് മിനിമം സ്പെസിഫിക് എനർജി. മിനിമം സ്പെസിഫിക് എനർജിയുടെ എക്സ്പ്രഷൻ റെക്ടാങ്കുലറിൻ്റെ കേസിൽ E min = 3/2 YC ആണ്. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E min = 1.765. ഓക്കെ, യൂണിറ്റ് മീറ്ററാണ്, ഹെഡിൻ്റെ ടേംസിലാണല്ലോ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. അടുത്തത് ഫ്രൗഡ് നമ്പറിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. FR = V/√GD ആണ്. V എന്ന് വെച്ചാൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, D ഹൈഡ്രോളിക് ഡെപ്ത്. ഓക്കെ, ഇതിൽ ഡീൻ്റെ വാല്യൂ A/T ആണ്. ഏരിയ എന്താണ്, B × Y ആണ്. T എന്ന് പറയുന്നത് B ആണ്. ക്യാൻസൽ ചെയ്താൽ D = Y കിട്ടും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റെക്ടാങ്കുലർ ചാനലിൽ ഫ്രൗഡ് നമ്പറിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് V/√GY ആണ്. വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി എന്താണ്, ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. ഡിസ്ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഏരിയ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ കിട്ടി. അത്രയാണ് 0.451. ഫ്രൗഡ് നമ്പർ ലെസ് ദാൻ 1 ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താ, ഫ്ലോ എന്ന് പറയുന്നത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഫ്രൗഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആവുക. അതായത് കമൻറ്റ് ഓൺ ദ നേച്ചർ ഓഫ് ഫ്ലോ, ഒന്നിക്കൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈഡിയും ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെയും ക്രിട്ടിക്കൽ ഡെപ്തും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്തിട്ടും പറയാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് എനർജി ഓഫ് 1.8 Nm/N കാൽക്കുലേറ്റ് മാക്സിമം ഡിസ്ചാർജ് ദാറ്റ് മേ ഒക്കർ ഇൻ റെക്ടാങ്കുലർ ചാനൽ ഓഫ് 5 മീറ്റർ വൈഡ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് എനർജീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് മാക്സിമം ഡിസ്ചാർജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗിവൺ സ്പെസിഫിക് എനർജിക്ക് മാക്സിമം ഡിസ്ചാർജ് അത് കിട്ടുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതാണ്, ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോൻ്റെ ക്രൈറ്റീരിയ ആണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷനാണ്. ഓക്കെ, സ്പെസിഫിക് എനർജി 1.8 Nm/N, അതായത് എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. ഇത് ആക്ച്വലി എന്താണ്, ന്യൂട്ടൺ ക്യാൻസൽ ചെയ്താൽ ശരിക്കും മീറ്റർ, ഹെഡിൻ്റെ ടേംസിൽ തന്നെ കിട്ടും. അതായത് E = 1.8 മീറ്റർ. ചാനൽ വിഡ്ത്ത് ബീൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 5 മീറ്റർ. ഫോർ എ ഗിവൺ സ്പെസിഫിക് എനർജി ദ ഡിസ്ചാർജ് ഇൻ എ ഗിവൺ ചാനൽ സെക്ഷൻ ഈസ് മാക്സിമം വെൻ ദ ഫ്ലോ ഈസ് ഇൻ ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. മീൻസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലെ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, മിനിമം സ്പെസിഫിക് എനർജി ആയിരിക്കും. മീൻസ് ഈ തന്നിരിക്കുന്ന 1.8 എന്ന് പറയുന്നത് നമുക്ക് മിനിമം സ്പെസിഫിക് എനർജിയാണ്. E min = 3/2 YC. അതായത് 1.8 = 3/2 YC സോൾവ് ചെയ്താൽ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 1.2 മീറ്റർ എന്ന് കിട്ടും. ദ കണ്ടീഷൻ ഫോർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്ചാർജാണ്, മാക്സിമം ഡിസ്ചാർജ് വരുന്നത് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലാണ്. അങ്ങനെ ആവുന്ന സമയത്ത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കണ്ടീഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഇതാണ് ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. Q²/G = A³/T. ഇനി A³ എന്ത് കൊടുക്കുക, B³/YC. ഏരിയ എന്ന് പറഞ്ഞാൽ B × Y ആണ്, ക്രിട്ടിക്കൽ ഫ്ലോ ആയതുകൊണ്ട് Yൻ്റെ സ്ഥാനത്ത് YC വരുന്നത്. B³/YC/B, ഒരു B ക്യാൻസൽ ചെയ്താൽ Q²/G = B²YC³, അല്ലെങ്കിൽ Q² = G × B²YC³, അല്ലെങ്കിൽ Q എന്ത് കിട്ടും, √G, ഇത് B, YC⁻³ ഓക്കെ, റൂട്ട് എടുക്കുന്ന സമയത്ത് YC³ ⁻1/2 എന്ന് വരും. അതാണ് YC⁻³ എന്ന് വരുന്നത്. സോൾവ് ചെയ്താൽ മാക്സിമം ഡിസ്ചാർജിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 20.586 m³/s കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ 2.5 meter wide rectangular channel has a specific energy of 1.5 meter when carrying a discharge of 6.48 m³/s. Calculate alternate depths and corresponding Froude numbers. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ചാനൽ വിഡ്ത്ത് തന്നിട്ടുണ്ട് 2.5 മീറ്റർ,
റെക്റ്റാങ്കുലർ ചാനലാണ്. സ്പെസിഫിക് എനർജി ഈൻ്റെ വാല്യൂ മിനിമം സ്പെസിഫിക് എനർജി അല്ല, സ്പെസിഫിക് എനർജിയാണ് തന്നിരിക്കുന്നത്. മിനിമം സ്പെസിഫിക് എനർജി ആണെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റ് ഡെപ്ത്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നില്ല, ഒരു ഡെപ്ത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. തന്നിരിക്കുന്നത് മിനിമം സ്പെസിഫിക് എനർജി അല്ല, അതിനെക്കാട്ടും കൂടിയ വാല്യൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലെ സ്പെസിഫിക് എനർജിയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഡിസ്ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൾട്ടർനേറ്റ് ഡെപ്ത്തും ആ രണ്ട് ഡെപ്ത്തിലെ കറസ്പോണ്ടിങ് ഫ്രൗഡ് നമ്പേഴ്സുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സ്പെസിഫിക് എനർജി ഇക്വേഷൻ എന്താ? E = y+v²/2g. വെലോസിറ്റിക്ക് q/a കൊടുത്തിട്ടുണ്ടെങ്കിൽ y+q²/2g × a² കിട്ടും. ഇതിൽ a എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഫ്ലോ ആണ്, എന്ത് കിട്ടും? b × y കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E = y+q²/2g × ഏരിയ സ്ക്വയർ ആണ്, b² × y². ഓക്കെ, ഇതിലിനി നോൺ വാല്യൂസൊക്കെ നമുക്ക് അറിയുന്ന വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, 1.5 = y+0.3424/y². ഇനി ഞാൻ ത്രൂ ഔട്ടായിട്ട് y² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? 1.5 y² ഇവിടെ y³ വരും, ഇവിടെ കോൺസ്റ്റൻ്റായി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ y³ - 1.5 y² + 0.3424 = 0. ഇതെന്ന് പറഞ്ഞൊരു ക്യൂബിക് ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിക്കൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ജസ്റ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. y³ ഇത് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് കോൺസ്റ്റൻ്റ് അല്ല, എല്ലാത്തിൻ്റെയും കോയിഫിഷ്യൻസ് ആണ്. y³ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ 1 വരും, y² കോയിഫിഷ്യൻ്റ് -1.5, അടുത്തത് y-യും കൂടിയുണ്ട്. y-യുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0 ആണ്, പിന്നെയാണ് കോൺസ്റ്റൻ്റ് വരുന്നത് 0.3424. ഇതിൻ്റെ വാല്യൂസ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോൾവ് ചെയ്താൽ 3 റൂട്ടാണ് അതിന് കിട്ടുക. y1 = 1.296, y2 = 0.625, y3 = -0.422. നമുക്കിവിടെ ഡെപ്താണ് കണ്ടുപിടിക്കുന്നത്. ഡെപ്തിൻ്റെ വാല്യൂ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് വാല്യൂ വരാൻ വേണ്ടി പറ്റില്ല. മീൻസ് നമുക്ക് പോസിബിളായിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ രണ്ട് വാല്യൂ ആണ്, y1 ആൻഡ് y2 ആണ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക. ഇതാണ് നമ്മളുടെ ആൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് ആൾട്ടർനേറ്റ് ഡെപ്ത്സ് ആർ y1 = 1.296 ആൻഡ് y2 = 0.625 മീറ്റേഴ്സ്. ഇനി ഫ്രൗഡ് നമ്പർ കണ്ടുപിടിക്കണം. കിട്ടിയിരിക്കുന്ന രണ്ട് ഡെപ്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രൗഡ് നമ്പർ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ഫ്രൗഡ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ റെക്റ്റാങ്കുലർ ചാനലിൻ്റെ കേസിൽ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. FR = v/√GY. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് v/√GD ആണ് ഹൈഡ്രോളിക് ഡെപ്ത്. ഇവിടെ റെക്റ്റാങ്കുലർ ചാനലിൽ അത് y വരും. വെലോസിറ്റി എന്ത് ചെയ്താൽ വെലോസിറ്റി = ഡിസ്ചാർജ് ബൈ ഏരിയ, q/a × √GY. ഏരിയ എന്ന് വെച്ചാൽ b × y ആണ്, ഏരിയ ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ b × y. ഓക്കെ, ഇതാണ് ഫ്രൗഡ് നമ്പറിന് നമ്മളിപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ. ഫ്രൗഡ് നമ്പേഴ്സ് അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫറൻറ്റ് രണ്ട് ആൾട്ടർനേറ്റ് ഡെപ്തിനും കണ്ടുപിടിക്കണം. ആദ്യം ഞാൻ y1 കണ്ടുപിടിക്കുന്നത്. y1 വാല്യൂ 1.296. അന്നേരം FR1 നിന്ന് y സ്ഥാനത്ത് എന്ത് വരും? y1. സോൾവ് ചെയ്താൽ FR1 എന്ത് കിട്ടും? 0.56. അതെന്നാ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്രൗഡ് നമ്പർ <1. ഈ ഒരു ആൾട്ടർനേറ്റ് ഡെപ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഫ്ലോ എന്ന് പറയുന്നത് സബ് ക്രിറ്റിക്കൽ ആണ്. അടുത്തത് സെക്കൻഡ് കേസ്, y2ൻ്റെ വാല്യൂ സെക്കൻഡ് ഡെപ്തിൽ 0.625. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് y-ൻ്റെ സ്ഥാനത്ത് y2 എല്ലാ വാല്യൂസ് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 1.674. ഫ്രൗഡ് നമ്പർ <1 റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫ്ലോ ഈസ് സൂപ്പർ ക്രിറ്റിക്കൽ. ഓക്കെ, അതായത് ആൾട്ടർനേറ്റ് ഡെപ്ത് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് എനർജി അതർ ദാൻ മിനിമം സ്പെസിഫിക് എനർജി എടുക്കുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഡെപ്ത് ഓഫ് ഫ്ലോ കിട്ടും. അതിൽ ഒരു ഡെപ്ത് ഓഫ് ഫ്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഫ്ലോ എന്ന് പറയുന്നത് സബ് ക്രിറ്റിക്കലാണ്. അടുത്ത ഡെപ്ത് ഓഫ് ഫ്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർ ക്രിറ്റിക്കലാണ്. ഓക്കെ, തിയറി വരുന്ന സമയത്ത് പറഞ്ഞ കാര്യമായിരുന്നു. പ്രോബ്ലത്തിനത് ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും. അടുത്തത് ഫൈൻഡ് അറ്റ് വാട്ട് ബെഡ് സ്ലോപ്പ് a 4 meter wide rectangular channel to be laid so that flow is critical at normal depth of 1.25 meter. Take Manning coefficient n is equal to 0.015.
ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ബെഡ് സ്ലോപ്പാണ്. ഏത് ബെഡ് സ്ലോപ്പിലായിരിക്കും ചാനലിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 4 മീറ്റർ വൈഡ് റെക്റ്റാങ്കുലർ ചാനൽ. ഓക്കെ, പിന്നെ ഫ്ലോ ക്രിറ്റിക്കൽ ആയിരിക്കണം. പിന്നെ നോർമൽ ഡെപ്ത്ത് എന്ന് വെച്ചാൽ യൂണിഫോം ഫ്ലോയിലെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നതാണ് നോർമൽ ഡെപ്ത്ത്. ക്രിറ്റിക്കൽ ആണ് നോർമൽ ഡെപ്ത്ത്. മീൻസ് ക്രിറ്റിക്കൽ ഡെപ്ത്ത് എത്ര? 1.25 മീറ്റർ. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ബെഡ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. ചാനലിൻ്റെ ഇത് ബേസ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വിഡ്ത്ത് തന്നിട്ടുണ്ട്, പിന്നെ ക്രിറ്റിക്കൽ ഡെപ്തും തന്നിട്ടുണ്ട്. ആ സമയത്തിലെ ബെഡ് സ്ലോപ്പിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. റഫ്നെസ് കോഎഫിഷ്യൻ്റ് തന്നിട്ടുണ്ട് 0.015. ഓക്കെ, ചാനലിൻ്റെ വിഡ്ത്ത് ബി = 4 മീറ്റർ. പിന്നെ നോർമൽ ഡെപ്ത്ത് തന്നിട്ടുണ്ട്, ക്രിറ്റിക്കൽ ഫ്ലോ ആണ്. നോർമൽ ഡെപ്ത്ത് എന്ന് വെച്ചാൽ എല്ലാ ലൊക്കേഷനിലും സെയിം ഡെപ്ത്ത് അല്ല, യൂണിഫോം ഫ്ലോ ആണ്. പിന്നെ ക്രിറ്റിക്കലാണ് ഫ്ലോ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ നോർമൽ ഡെപ്ത്ത് ആക്ച്വലി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ക്രിറ്റിക്കൽ ഡെപ്ത്ത് തന്നെയാണ്. yn = yc = 1.25 മീറ്റർ. പിന്നെ മാനിങ് കോഎഫിഷ്യൻ്റ് n = 0.015. ഓക്കെ, നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചാനൽ യൂണിഫോം ഫ്ലോൻ്റെ കേസിലെ ഇക്വേഷൻസും കൊറിലേഷൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ചെസ്സീസ് ഫോർമുല. v = c√mi. m എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്ത്. ഓക്കെ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്താണ്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ്, അതാണ് m എന്ന് പറയുന്നത്. പിന്നെ i എന്ന് പറയുന്നത് ബെഡ് സ്ലോപ്പ്. അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അതിൽ c കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിക്ക് ഡിഫറെൻറ്റ് കൊറിലേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് മാനിങ്സ് ഫോർമുലയാണ്. v = c√mi ആ സീൻ്റെ വാല്യൂ പ്രഡിക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൊറിലേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് മാനിങ്സ് ഫോർമുല. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മാനിങ്സ് ഫോർമുല എന്താണ്? c = 1/n m⁻⁴ ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ c√mi ആണ് സീൻ്റെ വാല്യൂ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് v = 1/n m⁻⁴√mi. ഓക്കെ, i ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. i കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എമ്മിൻ്റെ വാല്യൂ അറിയണം, n തന്നിട്ടുണ്ട്, വെലോസിറ്റി അറിയണം. ഓക്കെ, ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി = ഡിസ്ചാർജ് ബൈ ഏരിയ എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അതിനാദ്യം ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. എന്താണ്? ക്രിറ്റിക്കൽ ഫ്ലോ ആണ്. ഓക്കെ, ക്രിറ്റിക്കൽ ഫ്ലോ ആണെങ്കിൽ ക്രിറ്റിക്കൽ ഫ്ലോൻ്റെ കണ്ടീഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. q²/g = a³/t. ഇനി ഏരിയക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് b³ a³ ആണ്. b³ yc³/b സോൾവ് ചെയ്താൽ ഓൾറെഡി ചെയ്തതാണ്. സോൾവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. q √g b yc⁻³ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിസ്ചാർജിൻ്റെ വാല്യൂ കിട്ടി. ഇനി വെലോസിറ്റി അറ്റ് ക്രിറ്റിക്കൽ സ്റ്റേറ്റ് എന്താണ്? ഡിസ്ചാർജ് ബൈ ഏരിയ അറ്റ് ക്രിറ്റിക്കൽ സ്റ്റേറ്റ് q/ഏരിയ എന്ന് വെച്ചാൽ b × yc. എല്ലാ വാല്യൂ അറിയാം. സോൾവ് ചെയ്താൽ ക്രിറ്റിക്കൽ വെലോസിറ്റീൻ്റെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ക്രിറ്റിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് റെക്റ്റാങ്കുലർ ചാനലിൻ്റെ ക്രിറ്റിക്കൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ആ വാല്യൂ യൂസ് ചെയ്താലും എന്ത് കിട്ടും? ക്രിറ്റിക്കൽ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചെയ്ത മാതിരി ഡിസ്ചാർജ് ബൈ ഏരിയ ഫ്ലോ അത് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇതാണ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. v = c√mi. ഇതാണ് സീൻ്റെ വാല്യൂ, ഇതാണ് mi. ഓക്കെ, ഇനി ഇത് ക്രിറ്റിക്കൽ സ്റ്റേറ്റിലോട്ട് പോകുന്ന സമയത്ത് എന്താ കഴിഞ്ഞാൽ വെലോസിറ്റി മാറ്റിയിട്ട് ക്രിറ്റിക്കൽ വെലോസിറ്റി ആക്കുന്നത്. ഓക്കെ, വീൻ്റെ സ്ഥാനത്ത് vc എന്ന് എഴുതുന്നു. വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി. ഇപ്പം ഒരു ഇക്വേഷൻ ഒരു അൺനോൺ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി, i കണ്ടുപിടിക്കണം. ഇപ്പം എമ്മിൻ്റെ വാല്യൂ അൺനോൺ ആണ്. മീൻസ് എന്ത് വേണം? എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എമ്മിൻ്റെ വാല്യൂ എന്താണ്? ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ്. ഏരിയ ഫ്ലോ ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ ഓഫ് ഫ്ലോൻ്റെ വാല്യൂ നമുക്കറിയാം. ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ആണ് b × yc. വെറ്റഡ് പെരിമീറ്റർ എന്ന് വെച്ചാൽ വാട്ടർ വെറ്റ് ചെയ്യുന്ന പെരിമീറ്റർ. ഈ ഒരു ലെങ്ത്ത് പ്ലസ് ഈ ഒരു ലെങ്ത്ത് പ്ലസ് ഈ ഒരു ലെങ്ത്ത് എന്ത് കിട്ടും? b + yc അല്ലെങ്കിൽ b + 2 times yc. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ എമ്മിൻ്റെ വാല്യൂയും കിട്ടി. ഇനി ഡയറക്റ്റായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, v c = 1/n m⁻⁴ m⁻m⁻i. ഓക്കെ, എല്ലാ വാല്യൂസും അറിയാം. അൺനോൺ ആരെയുള്ളൂ? i ആണ്. i കണ്ടുപിടിച്ചിട്ട് 1/, എന്നുള്ള ഫോർമാറ്റിൽ കിട്ടുന്ന വാല്യൂ ആണിത്. i = 1/255.5 അല്ലെങ്കിൽ ബെഡ് സ്ലോപ്പ് എന്താ? 1/255.5.